ഞാൻ സക്കീർ ഹുസൈൻ, KSEBയിലെ ഡാം സുരക്ഷാ വിഭാഗത്തിലെ മുൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. സക്കീർ സ്റ്റോറീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഓറഞ്ച് ബുക്ക് എന്നതിനെക്കുറിച്ചാണ്. ഓറഞ്ച് ബുക്ക് എന്താണെന്നും അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്യാം. എല്ലാവർക്കും സ്വാഗതം. ലോകത്ത് പല രാജ്യങ്ങളിലും ഓറഞ്ച് ബുക്ക് എന്നറിയപ്പെടുന്ന എഴുതപ്പെട്ട ചില ബുക്കുകളുണ്ട്. അമേരിക്കയിൽ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരു ഓറഞ്ച് ബുക്കുണ്ട്. മരുന്നുകളെക്കുറിച്ച് ആരോഗ്യ വിദഗ്ധർക്ക് സഹായമാകുന്ന നിർദ്ദേശങ്ങൾ ഒക്കെ ഉള്ളതാണ് ആ ഓറഞ്ച് ബുക്ക്. അതേപോലെ തന്നെ UK ഒരു ഓറഞ്ച് ബുക്കുണ്ട്. അവിടുത്തെ ഡെമോക്രാറ്റുകളിൽപ്പെട്ട ലിബറൽ ആയിട്ടുള്ള ആളുകൾ ലിബറൽ എക്കണോമിക് പോളിസീസിനെ കുറിച്ച് 2004 എഴുതിയ ഒരു ഗ്രന്ഥമാണ്. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് 1980 കമ്പ്യൂട്ടറുകളുടെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഓറഞ്ച് ബുക്കും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്നാൽ കേരള പശ്ചാത്തലത്തിൽ ഓറഞ്ച് ബുക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച ദുരന്ത നിവാരണത്തെക്കുറിച്ചുള്ള സമഗ്രമായ മാനുവലാണ്. 2005 ദുരന്ത നിവാരണ നിയമത്തിലെ നിർദ്ദിഷ്ട സെക്ഷനുകൾ വിവക്ഷിക്കുന്നതനുസരിച്ച് 2019 രൂപം കൊടുത്തതാണ് ഈ കർമ്മ പുസ്തകം. 2019 പ്രളയത്തിന്റെ അനുഭവം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് 2020 ഈ പുസ്തകം പുനഃപ്രസിദ്ധീകരിച്ചു. അതിനുശേഷം ഓരോ വർഷവും ഇത് പുതുക്കി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം 2024 മെയ് മാസത്തിലാണ് അത് പുതുക്കിയിട്ടുള്ളത്. ഈ വർഷവും മെയ് മാസം അവസാനമാകുമ്പോഴേക്കും അത് പുതുക്കും. ഓരോ വർഷവും ഇത് പുതുക്കി പുതിയ പുതിയ കാര്യങ്ങൾ ചേർക്കേണ്ടത് അതിൽ ചേർത്ത് പ്രസിദ്ധീകരിക്കാറുണ്ട്. എല്ലാ ദുരന്തങ്ങളെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ടെങ്കിലും കാലവർഷ തുലാവർഷ മുന്നൊരുക്ക ദുരന്ത പ്രതികരണ മാർഗരേഖ എന്നാണ് പൊതുവെ ഇത് അറിയപ്പെടുന്നത്. ദുരന്ത നിവാരണത്തിനായുള്ള തയ്യാറെടുപ്പുകൾ, അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, അതിൽ നിന്ന് മുക്തമാകുമ്പോൾ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയറുകൾ, വ്യത്യസ്ത ഏജൻസികളും വകുപ്പുകളും ചെയ്യേണ്ട കാര്യങ്ങൾ, അവയെ ഏകോപിപ്പിക്കുവാനുള്ള നടപടിക്രമങ്ങൾ എല്ലാം സമഗ്രമായി വിവരിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഒരു ഗൈഡാണ് ഈ ഓറഞ്ച് പുസ്തകമെന്ന് നമുക്ക് കാണാം. ഇത്തരം ഒരു സമഗ്ര മാനുവലിന്റെ പ്രസക്തി എന്താണെന്ന് നമുക്ക് നോക്കാം. വിവിധ തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വീകരിക്കേണ്ടുന്ന ഏകീകൃതമായ പരിഹാര മാർഗങ്ങൾ, അതിന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയറുകൾ, അതുപോലെ തന്നെ എമർജൻസി സപ്പോർട്ട് ഫങ്ഷൻസ്, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ദുരന്ത നിവാരണത്തിന് ഒരു ഏകീകൃത മാർഗമില്ലെങ്കിൽ ആ ദുരന്ത നിവാരണം തീർച്ചയായും ഫലപ്രദമാകില്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗൈഡ് ലൈൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ബുക്ക് സംസ്ഥാന സർക്കാർ തന്നെ ഇറക്കിയിരിക്കുന്നത്. സാധാരണ ഉണ്ടാകാറുള്ള ദുരന്തങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് ഏവർക്കും സുപരിചിതമാണ് വെള്ളപ്പൊക്കം, അതേപോലെ തന്നെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ. വ്യാവസായിക അപകടങ്ങളും നമുക്ക് തള്ളിക്കളയാനാവില്ല. പ്രത്യേകിച്ച് ഈ അടുത്തിടെ ഉണ്ടായ നമ്മുടെ ആ കപ്പൽ അപകടം, കപ്പൽ മുങ്ങി കടലിൽ ഏതുതരം മാലിന്യങ്ങളൊക്കെയാണ് ഇനി പടരാൻ പോകുന്നത്, അതിനെ തീർച്ചയായിട്ടും കേരളത്തിലെ ഒരു ദുരന്തമായി ബാധിച്ചേക്കാം. അതുപോലെ തന്നെ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും, സൈക്ലോൺസ്, ഇത് മൂലമൊക്കെ നമുക്ക് പലപ്പോഴും ദുരന്തങ്ങൾ, ഇത് മുഖാന്തരമുള്ള ദുരന്തങ്ങളൊക്കെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവയൊക്കെയാണ് പലതരം ദുരന്തങ്ങൾ നമ്മൾ സാധാരണ ഫേസ് ചെയ്യുന്നത്. മറ്റ് ഭൂകമ്പം, മറ്റ് പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കേരള പശ്ചാത്തലത്തിൽ അത് അത്ര പ്രസക്തമായിട്ട് നമുക്ക് ഇതുവരെ അനുഭവപ്പെടാത്തത് കൊണ്ട് ചുഴലിക്കാറ്റും അതുപോലെ തന്നെ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ തുടങ്ങിയ കാര്യങ്ങളെയാണ് ഈ കർമ്മരേഖ കൂടുതലായി അഡ്രസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഏതു തരം ദുരന്തമായാലും ശരി, അതുണ്ടായ ഉടനെ തന്നെ അതിന് പരിഹരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളും ഉദ്യോഗസ്ഥന്മാരും ഏജൻസികളുമൊക്കെ ഒരു ചരടിൽ കോർത്ത പോലെ ഒരുമിച്ച് നിന്ന് സമയബന്ധിതമായി ഏകോപിപ്പിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യണം എന്നാണ് ഈ ഓറഞ്ച് ബുക്കിൽ വിശദീകരിക്കുന്നത്. ഇതിൽ പറഞ്ഞ ഈ വാക്കുകളൊക്കെ വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സമയബന്ധിതമായിരിക്കണം, ഏകോപിച്ചുള്ള പ്രവർത്തനമായിരിക്കണം. ഇതിനെ ആരെങ്കിലും ഗൈഡ് ചെയ്യുന്ന, ഒരു ഒറ്റയടിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു അധികാര കേന്ദ്രം ഉണ്ടാവണം. ഇതൊക്കെ ആരായിരിക്കണം, എന്തായിരിക്കണം എന്നൊക്കെ ഈ ഓറഞ്ച് ബുക്കിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഈ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഒക്കെയാണല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ മൺസൂൺ ആഗതമായിരിക്കുകയാണ്. വളരെ നേരത്തെ തന്നെയാണ് മൺസൂൺ വന്നിരിക്കുന്നത്. ഈ അവസരത്തിൽ
ഇങ്ങനെയുള്ള ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തിൽ ബാധിക്കാനിടയുള്ള ജനങ്ങളെ മുൻകൂട്ടി മാറ്റിപ്പാർപ്പിക്കുക, എവിടെ മാറ്റിപ്പാർപ്പിക്കണം, ഏത് ക്യാമ്പിൽ പോകണം, അവർക്ക് ആ ക്യാമ്പിൽ എന്തെല്ലാം സൗകര്യം ഉണ്ടായിരിക്കണം, അവരെ ആരായിരിക്കണം കൊണ്ടുപോകേണ്ടത്, ആ ക്യാമ്പ് എപ്പോഴാണ് പിരിച്ചുവിടേണ്ടത്, ആ ക്യാമ്പിൽ എന്തെല്ലാം ആർക്കൊക്കെ പ്രവേശനം ഉണ്ടായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അതിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ വളരെ വിശദമായി ഈ ഓറഞ്ച് ബുക്കിൽ പറയുന്നുണ്ട്. ദുരന്തങ്ങൾ ഉണ്ടായതിനു ശേഷം മാത്രമല്ല പ്രവർത്തിക്കേണ്ടുന്ന വിധം പറയുന്നത്. ദുരന്തങ്ങൾ ഉണ്ടാകാൻ ചില ദുരന്തങ്ങളൊക്കെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധ്യമാണ്. ഇപ്പോൾ മൺസൂൺ കാലത്ത് കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചില കാലാവസ്ഥാ വകുപ്പുകളിൽ നിന്നൊക്കെ നമുക്ക് മുന്നറിയിപ്പ് കിട്ടാറുണ്ട്. അത് മതിയായ രീതിയിൽ ജനങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം. ഏതൊക്കെ രീതിയിലാണ് ജനങ്ങൾക്ക് അലർട്ടുകൾ കൊടുക്കേണ്ടത്, മുന്നറിയിപ്പുകൾ ഓരോ ഡിപ്പാർട്ട്മെന്റും നൽകേണ്ടുന്നത് എന്നുള്ള കാര്യമൊക്കെ ഈ ഓറഞ്ച് ബുക്കിൽ സമഗ്രമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ഓറഞ്ച് പുസ്തകം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും ദുരന്ത നിവാരണ പ്രവർത്തകർക്കും സാമൂഹ്യ നേതാക്കന്മാർക്കുമൊക്കെ ഒരു വലിയ വിലമതിക്കാനാവാത്ത ഉപകാരപ്രദമായ ഒരു നിർദ്ദേശക പുസ്തകമാണെന്ന് നമുക്ക് കാണാം. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും വ്യത്യസ്തങ്ങളായ വകുപ്പുകളും ഏജൻസികളും ഒക്കെ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ വിചാരം ഒരു ദുരന്ത ബാധിത മുഖത്ത് പ്രവർത്തിക്കേണ്ടുന്നത് ഒരു പോലീസ് അല്ലെങ്കിൽ ജില്ലാ കളക്ടർ, റവന്യൂ വിഭാഗം, അല്ലെങ്കിൽ കുറച്ച് ആരോഗ്യ പ്രവർത്തകർ, ഫയർ ആൻഡ് റെസ്ക്യൂ തുടങ്ങിയ ഏജൻസികൾ മാത്രമാണെന്നാണ്. എന്നാൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഡിപ്പാർട്ട്മെന്റുകളുടെ പേരുകൾ മാത്രം ഒന്ന് സൂചിപ്പിക്കാം. സംസ്ഥാന തലത്തിൽ ഇതിന്റെ ഏകോപനവും നിയന്ത്രണവും ഒക്കെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് തന്നെയാണ്, KSDMA. ജില്ലാ തലത്തിൽ അത് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, DDMA, അത് കളക്ടറാണ് അതിന്റെ അധ്യക്ഷൻ. പിന്നീട് വരുന്ന വകുപ്പുകൾ നമുക്കറിയാം. തീർച്ചയായിട്ടും റവന്യൂ വകുപ്പ് അതിലുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, KSEB, ആരോഗ്യ വകുപ്പ്, ഫയർ ആൻഡ് റെസ്ക്യൂ, തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ, മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ്, മണ്ണ് സംരക്ഷണ വകുപ്പ്, ദേവസ്വം വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, സിവിൽ സപ്ലൈസ്, കൃഷി വകുപ്പ്, KSRTC, ജലഗതാഗത വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, കേരള സ്റ്റേറ്റ് റോഡ് സേഫ്റ്റി അതോറിറ്റി, കേരള സ്റ്റേറ്റ് ഡാം സേഫ്റ്റി അതോറിറ്റി, ടൂറിസം ഡിപ്പാർട്ട്മെന്റ്, വനം വകുപ്പ്, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ്, സാമൂഹിക നീതി വകുപ്പ്, വനിതാ ശിശുക്ഷേമ വകുപ്പ്, വിവര പൊതുജന സമ്പർക്ക വകുപ്പ്, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ്, ഗതാഗത വകുപ്പ്, എക്സൈസ് വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, വ്യവസായ വകുപ്പ്, മലിനീകരണ നിയന്ത്രണ ബോർഡ്, തൊഴിൽ വകുപ്പ്, പരിസ്ഥിതി വകുപ്പ്, നോർക്ക വകുപ്പ്. ഈ ഓരോ വകുപ്പുകളുടെയും റോളുകൾ വളരെ കൃത്യമായി ഇതിൽ നിർവചിച്ചിട്ടുണ്ട്. അത് വായിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എത്ര വകുപ്പുകൾ ഒന്നിച്ചാണ് നമ്മുടെ ഒരു ദുരന്തമുഖത്ത് പ്രവർത്തിക്കേണ്ടത്. ഈ വകുപ്പുകളുടെയും ഏജൻസികളുടെയും തീർച്ചയായും സന്നദ്ധ പ്രവർത്തകരുടെയും ഒക്കെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം ഉറപ്പാക്കി ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ, മുൻ അനുഭവങ്ങളുടെ പരിചയം വെച്ചുകൊണ്ട് കൃത്യമായ ആസൂത്രണങ്ങളിലൂടെ ദുരന്തങ്ങളെ നിവാരണം ചെയ്യുവാനും ലഘൂകരിക്കുവാനും തീർച്ചയായും ഈ ബുക്ക് സഹായകമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു സുരക്ഷിത കേരളത്തിനായി നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചിലർക്കെങ്കിലും ഒരു പുതിയ അറിവായിരിക്കാം. നിങ്ങൾക്ക് ഇത് മറ്റാർക്കെങ്കിലും പ്രയോജനപ്രദമാണ് ആകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ഇത് ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ പോയിന്റ്സുകളും മറ്റു കാര്യങ്ങളും തുടർ വീഡിയോകൾ എങ്ങനെ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. താങ്ക്